ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തിരുഹൃദയ തിരുനാളിൻ്റെ അന്ന് സ്കൂൾ മാനേജർ സ്കൂൾ വെഞ്ചരിക്കാൻ വരുന്നൊരു പതിവുണ്ടല്ലോ. അങ്ങനെ ഞങ്ങളുടെ സ്കൂൾ മാനേജർ സ്കൂളിൽ വന്ന സമയത്ത് കുട്ടികളായ ഞങ്ങളോട് ചോദിച്ചു, ഈശോയുടെ തിരുഹൃദയവും നമ്മുടെ ഹൃദയവും തമ്മിൽ എന്താണ് വ്യത്യാസം? അത് കേട്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് അവനുത്തരം പറഞ്ഞു, ഈശോയുടെ ഹൃദയം പുറത്താണ്, നമ്മുടെ ഹൃദയം അകത്താണ്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു സുഹൃത്ത് പറഞ്ഞു, ഈശോയുടെ ഹൃദയം പുറത്താണ്, അത് ശരിയാണ്, അങ്ങനെ തന്നെ ആവണം. നമ്മുടെ ഹൃദയം അത് അകത്ത് തന്നെ ഇരിക്കുന്നതല്ലേ നല്ലത്. കാരണം അച്ഛൻ ഒരു ദിവസം പള്ളിയിൽ പറഞ്ഞ് ഓർക്കുന്നില്ലേ, ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 23 മുതലുള്ള തിരുവചനങ്ങൾ നാം വായിക്കുമ്പോൾ ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയം അശുദ്ധമാണ്. ആ അശുദ്ധമായ ഹൃദയത്തെ വിശുദ്ധീകരിക്കാൻ, തിരുഹൃദയമാക്കാനുള്ള ഒരു വാഗ്ദാനം തന്നെ വിശുദ്ധ ഗ്രന്ഥം നൽകുന്നുണ്ട്. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം നൽകും. എസെക്കിയേൽ പ്രവാചകം 36:26 നമ്മൾ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ഈ വാഗ്ദാനം. അപ്പോൾ നമ്മുടെ ഹൃദയം ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകണം. പുതിയ ഹൃദയം, ഈശോയുടെ ഹൃദയം നമ്മൾ സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കണം. എന്താണ് ഈ തിരുഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ? നമ്മളത് ധ്യാന വിഷയമാക്കേണ്ടതാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രങ്ങളുണ്ട്, രൂപമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മുറിയിൽ നടുക്ക് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപമല്ലേ വെച്ചിരിക്കുന്നത്. നമ്മൾ വായിക്കുന്ന ബൈബിളിൽ, നമ്മൾ ഉപയോഗിക്കുന്ന പ്രാർത്ഥനാ പുസ്തകങ്ങളിൽ തിരുഹൃദയത്തിൻ്റെ ഒരു ചിത്രമെങ്കിലും കാണാതിരിക്കില്ല. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ? അച്ഛനത് പറയാം. കുരിശിൻ്റെ 2 വശങ്ങളിൽ നിന്നും കത്തിജ്വലിക്കുന്ന ഒരു തീജ്വാല, ഹൃദയത്തിന് നടുക്ക് മുള്ളുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു, തൊട്ട് താഴെ ചെറിയൊരു മുറിവും, മുറിവിൽ നിന്നൊഴുകുന്ന രക്തവും വെള്ളവും. ഇതാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രത്യേകത. തൻ്റെ ജീവിതത്തിൽ കുരിശുകൾ, വേദനകൾ, സങ്കടങ്ങൾ, വിഷമങ്ങൾ, ഒറ്റപ്പെടലുകൾ ഉണ്ടായപ്പോൾ ഈശോ പിതാവായ ദൈവത്തിൽ ആശ്രയിച്ചു. പിതാവായ ദൈവത്തിൽ ആശ്രയിച്ചതുവഴി പിതാവിൻ്റെ സ്നേഹം ഈശോയിൽ നിറഞ്ഞു. ഈശോയിൽ നിറഞ്ഞ പിതാവിനോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കപ്പെടുന്ന ഹൃദയമായിട്ട് തിരുഹൃദയം മാറി. നമുക്കറിയാം, ഗസ്മൻ തോട്ടത്തിൽ അവൻ രക്തം വിയർക്കുവോളം പ്രാർത്ഥിച്ചു, ഈ സമയം ഒന്ന് കഴിഞ്ഞു പോകണമേ പിതാവേ. അവസാനം പിതാവിൻ്റെ ഇഷ്ടം അത് മതി, അതെന്നെ നിറവേറിയാൽ മതി എന്ന് ഒരു തീരുമാനത്തിൽ പുത്രൻ തമ്പുരാൻ എത്തി നിൽക്കുമ്പോൾ പിതാവായ ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമായി മാറി. ആശ്രയിച്ചതുകൊണ്ട് പിതാവിൻ്റെ സ്നേഹം പുത്രനിൽ നിറയുന്നു. പുത്രൻ പിതാവിനോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുകയാണ്. അതുകൊണ്ടാണ് കുരിശുകളുടെ ഇടയിലും പുത്രൻ്റെ സ്നേഹം, പിതാവിനോടുള്ള സ്നേഹം കത്തിജ്വലിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ജീവിതത്തിലും ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതിലെല്ലാം ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതുവഴി എൻ്റെ ഉള്ളിൽ നിറയുന്ന ദൈവസ്നേഹം, ആ ദൈവസ്നേഹത്താൽ കത്തിജ്വലിക്കപ്പെടണം. പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങളിൽ, പട്ടിണിയോ നഗ്നതയോ ആപത്തോ ആളോ, പക്ഷേ ഇവയിലെല്ലാം നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം പൂർണ്ണ വിജയം വരിക്കുന്നു. പൗലോസ് അങ്ങനെ പ്രഘോഷിക്കണമെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന വിഷമഘട്ടങ്ങളിലും സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും ഈശോയുടെ സ്നേഹം നിറച്ച് അവൻ നിറഞ്ഞവനായിട്ട് മാറി. കാരണം അവൻ്റെ ആശ്രയം ക്രിസ്തുവിലായിരുന്നു അവൻ ആശ്രയിച്ചത്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ ആശ്രയിക്കട്ടെ, അവൻ്റെ തിരുഹൃദയത്തിൽ ആശ്രയിക്കട്ടെ. അപ്പോൾ അവനെ പ്രതി കത്തിജ്വലിക്കുന്ന ഹൃദയമായിട്ട് നമ്മുടെ ഹൃദയവും മാറും. തൊട്ട് താഴെ ഒരു മുറിവിൽ നിന്ന് ഒഴുകുന്ന രക്തം, തുറക്കപ്പെട്ട ഹൃദയമാണ്. ആരെയും സ്വീകരിക്കുവാൻ ഈശോയുടെ തിരുഹൃദയം തയ്യാറാണ്. ഞാൻ ആരുമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഏതവസ്ഥയിലുമായിക്കൊള്ളട്ടെ, എന്നെ സ്വീകരിക്കുവാൻ ക്രിസ്തു തയ്യാറാണ്. കാരണം അവൻ്റെ ഹൃദയത്തിൽ എനിക്കൊരു സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അതിന് ഞാൻ ചെയ്യേണ്ടത് എല്ലാറ്റിൻ്റെയും പ്രഥമ സ്ഥാനിയായിട്ടും എല്ലാറ്റിനും ഉപരിയായിട്ട് ക്രിസ്തുവിന് ഞാൻ പ്രഥമ സ്ഥാനം ജീവിതത്തിൽ കൊടുക്കണം. കാരണം ക്രിസ്തു സമാധാനമാണ്. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 26-ാം അധ്യായം 30-ാം വാക്യം, അങ്ങേ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ അവനെ സംരക്ഷിക്കുന്നു. ക്രിസ്തുവിൽ ഹൃദയം ഉറപ്പിക്കുന്നവനെ ക്രിസ്തു സംരക്ഷിക്കുകയാണ്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം,
ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. ക്രിസ്തു സമാധാനമാണ്. ആ സമാധാനം ഞാൻ അനുഭവിക്കണമെങ്കിൽ എൻ്റെ ഏറ്റവും പ്രഥമ സ്ഥാനിയും എല്ലാറ്റിൻ്റെയും സ്ഥാനവും ക്രിസ്തുവായിരിക്കണം. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും എന്നല്ലേ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എൻ്റെ നിക്ഷേപം എന്താണ്? എൻ്റെ നിക്ഷേപം ആരോഗ്യമാണോ? ആരോഗ്യമാണ് എൻ്റെ നിക്ഷേപമെങ്കിൽ രോഗം വരുമ്പോൾ ഞാൻ അസ്വസ്ഥനാകും, സമാധാനക്കേട് സംഭവിക്കും. എൻ്റെ നിക്ഷേപം സമ്പത്തിലാണ് എങ്കിൽ സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ ഞാൻ അസമാധാനിയായിട്ട് മാറും, സമാധാനം ഇല്ലാത്തവനായിട്ട് അസ്വസ്ഥത എന്നെ ഭരിക്കും. എൻ്റെ സമ്പത്ത് വ്യക്തികളാണെങ്കിൽ, എൻ്റെ നിക്ഷേപം വ്യക്തികളിലാണെങ്കിൽ വ്യക്തികൾ എന്നിൽ നിന്ന് അകലുമ്പോൾ, അവരിൽ നിന്ന് ഞാൻ ഒറ്റപ്പെടുമ്പോൾ സമാധാനം നഷ്ടപ്പെടും. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ക്രിസ്തുവായിരിക്കട്ടെ എൻ്റെ ജീവിതത്തിൻ്റെ പ്രഥമ സ്ഥാനിയും ഏകസ്ഥാനിയും. അതിനാൽ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ എനിക്കൊരിടമുണ്ടെന്നും ആ ഹൃദയത്തിലേക്ക് നടന്ന് അടുക്കുവാനുള്ള ആഹ്വാനമാണ് തിരുഹൃദയ തിരുനാൾ എന്ന് തരുന്നതെന്നും ഓർത്തുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ഈശോയിൽ ആശ്രയിക്കുക. അവൻ്റെ സ്നേഹം എന്നിൽ നിറയും. ആ സ്നേഹത്താൽ, അവനോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കാനാവും. ക്രിസ്തുവിൻ്റെ ഹൃദയം എനിക്കായി തുറക്കപ്പെട്ട ഹൃദയത്തിൽ സമാധാനം അനുഭവിക്കുന്ന വ്യക്തിയായിട്ട് മാറാം. അതുവഴി ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നും സമാധാനം അനുഭവിക്കും, സ്വസ്ഥത അനുഭവിക്കും, സന്തോഷം അനുഭവിക്കും. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 30-ാം വാക്യം. അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. ആമേൻ.